പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ ഹോട്ട് ടോപ്പിക്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഗുരുവായൂർ സത്യാഗ്രഹം. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വൈക്കം സത്യാഗ്രഹം നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് തിരുവിതാംകൂർ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ് അല്ലേ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹയുടെ പശ്ചാത്തലം എന്താണ്? വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വ്യക്തിത്വം ടി കെ മാധവനാണ്. അപ്പോൾ ടി കെ മാധവൻ കാക്കിനട സെഷനിൽ പങ്കെടുക്കുകയും അവിടെ ഉന്നത നേതാക്കന്മാരുമായിട്ട് സംവദിച്ച ശേഷം അദ്ദേഹം ഈ അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാസ്റ്റിസം അല്ലെങ്കിൽ ജാതി വെറി അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിന്നിരുന്നുവെങ്കിലും കേരളത്തിലെ ജാതി വിവേചനത്തിനൊരു പ്രത്യേക സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അവർണരായിട്ടുള്ള കാസ്റ്റ് ഹിന്ദുസിന് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ ലോവർ ലാഡേഴ്സ് എന്നൊക്കെ അവർ വിളിക്കുന്ന താഴ്ന്ന ജാതിയിൽ പെടുന്ന മനുഷ്യർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് അവർണരെ വിലക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ കേരളത്തിലുള്ള പ്രത്യേകത എന്താണ്? ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിലേക്ക് പോലും, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം പോലും, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ മൗലിക അവകാശമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ അയിത്താചാരം നിലനിന്നിരുന്നത്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്കറിയാം തിരുവിതാംകൂറിൽ വൈക്കം സത്യാഗ്രഹം 1924 ഈ പറയുന്നത് പോലെ വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിലെ വൈക്കം ക്ഷേത്രത്തിലും പിന്നീട് പല ക്ഷേത്രങ്ങളിലും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുകയുണ്ടായി. അപ്പോഴും എന്തായിട്ടില്ല, ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനമായിട്ടില്ല. തിരുവിതാംകൂറിൽ പോലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന എപ്പോഴാണ്? 1936 ശ്രീ ചിത്ര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. സോ ഇത് 1931-32 ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന മലബാർ പ്രൊവിൻസ് അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് മദ്രാസിൻ്റെ കീഴിലുള്ള മലബാർ പ്രൊവിൻസുമായിട്ട് അല്ലെങ്കിൽ മലബാർ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു സുവർണ ഏടം തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു പ്രക്ഷേപ പരിപാടിയാണിത് ഗുരുവായൂർ സത്യാഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ 30കളാകുമ്പോൾ തന്നെ ഗാന്ധിജി അതിൻ്റെ ഏറ്റവും ടവറിങ് ലീഡറായിട്ട് എത്തിയിരിക്കുകയാണ്. ഗാന്ധിജി നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ 1929 ലാഹോർ സെഷനിൽ അദ്ദേഹം ഈ പൂർണ്ണ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, എങ്ങനെയാണ് പൂർണ്ണ സ്വരാജ് നമ്മൾ 1930 ജാനുവരി 26 ആചരിക്കേണ്ടത്, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പുരോഗമനപരമായിട്ടുള്ള നിർമ്മാണ സ്വഭാവത്തിലുള്ള, നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്റ്റീവ് സ്വഭാവത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ അതിൽ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസിൽ പ്രധാനപ്പെട്ടതാണ് ഹൈജീൻ. പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അയിത്താചാരങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അൺടച്ചബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസും പരിപാടികളും സംഘടിപ്പിക്കുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഈ ഒരു ആശയം വടകര സമ്മേളനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു റെസൊല്യൂഷനായിട്ട് പാസ്സാക്കി. അതാണ് ടെമ്പിൾ എൻട്രി റെസൊല്യൂഷൻ. വടകര സമ്മേളനത്തിലെ ടെമ്പിൾ എൻട്രി റെസൊല്യൂഷൻ. അത് വൈക്കം സത്യാഗ്രഹയിൽ എത്തി നിൽക്കുമ്പോൾ ടെമ്പിൾ എൻട്രി ആയിട്ടില്ല. എന്താണ് ടെമ്പിൾസിലേക്കുള്ള, അമ്പലങ്ങളിലേക്കുള്ള, നടവഴികളിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് എങ്കിൽ 31 ഓഗസ്റ്റിൽ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അൾട്ടിമേറ്റം പ്രഖ്യാപിക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അത് മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഗുരുവായൂരിലെ SKT ശ്രീകൃഷ്ണ ടെമ്പിള് ആ വർഷം എന്ന് പറയുമ്പോൾ 1931 നവംബർ 1 മുന്നേ ഈ ക്ഷേത്രം എല്ലാ കാസ്റ്റ് ഹിന്ദുസിനുമായി തുറന്നു കൊടുക്കാത്ത പക്ഷം നവംബർ 1 ഇവിടെ ഒരു പ്രക്ഷോഭം ആരംഭിക്കും, ഇവിടെ ഒരു സമരം ആരംഭിക്കും. ഇതാണെന്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഗസ്റ്റിലെടുത്ത തീരുമാനം. സോ ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിച്ചു, ഗുരുവായൂർ സത്യാഗ്രഹ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതിൻ്റെ പശ്ചാത്തലം, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമര പരിപാടിയുമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞ പശ്ചാത്തലം എന്താണ്? വടകര സമ്മേളനമാണ്. വടകര സമ്മേളനത്തിൽ അവർ പാസ്സാക്കിയ പ്രമേയമുണ്ട്. പ്രമേയമാണെന്ത്? ക്ഷേത്രപ്രവേശനം സംബന്ധിച്ചുള്ള പ്രമേയം. ഇനി ഈ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ടൈം ലൈൻ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 1931 നവംബർ 1 അവർ അൾട്ടിമേറ്റമായിട്ട് കൊടുത്ത ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൾട്ടിമേറ്റം പാലിക്കാത്ത പക്ഷം
അന്നേ ദിവസം മുതൽ എന്താരംഭിക്കും? ഗുരുവായൂർ സത്യാഗ്രഹ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമരം ആരംഭിക്കും. അപ്പം ടൈം ലൈൻ നമ്മൾ ഇവിടെ തൊട്ടാണ്. അപ്പോൾ ഓഗസ്റ്റിൽ ഇതിന് മുന്നേ തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു. ഇതിൻ്റെ ട്രസ്റ്റി ആയിട്ട് വരുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണ പ്രദേശമാണെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ആയിട്ട് വരുന്നത് ഏർസ്റ്റ്വൈൽ റൂളറായിട്ടുള്ള മലബാർ അല്ലെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് സാമൂതിരിയാണ് ഇതിൻ്റെ ട്രസ്റ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ട്രസ്റ്റിക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ അഖിലേന്ത്യാ നേതാക്കൾ ഉൾപ്പെടെ ട്രസ്റ്റിക്ക് കത്തെഴുതിയിരുന്നു. ഇത് കാസ്റ്റ് ഹിന്ദുസിന് തുറന്നു കൊടുക്കണം, ഐത്തോച്ചാടനത്തിൽ അങ്ങ് ഈ പറയുന്നത് പോലെ ഒരു പങ്ക് വഹിക്കണം, കാസ്റ്റ് ഹിന്ദുസിന് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരം നൽകണം. പക്ഷേ അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് ട്രസ്റ്റ് ചെയ്തത്. അങ്ങനെ അപ്പം ഇവരുടെ എന്താ പറയണ്ടേ അഭ്യർത്ഥനകളൊന്നും തന്നെ ഫലം കാണാത്ത പക്ഷം 1931 നവംബർ 1 സമരം ആരംഭിക്കുകയാണ്. അപ്പം ഒരാസ്പെക്റ്റ് അതാണ്, അതിൻ്റെ പശ്ചാത്തലം പറയുക. ഇതിന് ടൈം ലൈൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 1931 തൊട്ട് ശരിക്കും 32 ഒക്ടോബർ 2 വരെ നമുക്ക് പറയേണ്ടി വരും. എന്താണ് 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെ ആണ് ഇതിൻ്റെ ഒരു എന്താ പറയണ്ടേ ഈ സമരം അതിൻ്റെ ഒരു ഫുൾ വിഗറിൽ നീണ്ടു നിന്ന കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷ സമയം ഇത് നീണ്ടു നിന്നു. 1931 നവംബർ 1 തൊട്ട് ഒക്ടോബർ 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ഇത് നീണ്ടു നിന്നു ഇതിൻ്റെ ഒരു ഫുൾ വിഗറിൽ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള മനസ്സിലാക്കുക. ആദ്യമേ ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സ് പറയാം. ഈ ഗുരുവായൂർ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തോ? അതായത് 1932 ഈ സമരം ഏകദേശം കെട്ടടങ്ങുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കാസ്റ്റ് ഹിന്ദുവിൽ പെടുന്ന എല്ലാവർക്കുമായിട്ട് പ്രവേശനം അനുവദിക്കപ്പെട്ടോ? ഇല്ല. അതൊക്കെ പിന്നീടാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം ഇത് മദ്രാസുമായിട്ട് ബന്ധപ്പെട്ട മദ്രാസ് ഭരണത്തിൻ്റെ മദ്രാസ് പ്രൊവിൻസിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമാണ് മലബാർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റ്. സോ ഇത് പിന്നീട് 1947 മദ്രാസ് ടെമ്പിൾ എൻട്രി ആൻഡ് ഇൻഡംനിറ്റി ആക്ട് ഓഫ് 1947 പ്രകാരമാണ് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുസിനുമായിട്ട് തുറന്നു കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ എന്നിട്ട് നമ്മൾ ഇതിനെ വലിയൊരു ലാൻഡ്മാർക്ക് ഈവൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരു വാട്ടർഷെഡ് മൊമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. കാരണം നമ്മൾ ഇനി ഇതിൽ പഠിക്കാൻ പോകുന്ന വ്യക്തിത്വങ്ങൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹയിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഒടുക്കം ഗാന്ധിജി ഇതിൻ്റെ അകത്ത് കെ കേളപ്പൻ, നമ്മൾ പഠിക്കുന്ന വ്യക്തിത്വങ്ങളിൽ കെ കേളപ്പനും ഗാന്ധിജിയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കേണ്ട 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഗാന്ധിജി കെ കേളപ്പനോട് നിരാഹാര സത്യാഗ്രഹം ഉപേക്ഷിക്കാൻ പറയുന്നിടത്താണ് ഈ സമരം ഏകദേശം എന്ത് ചെയ്യുന്നത്, ഏകദേശം അവസാനിക്കുന്നത്. അതിനുശേഷം മലബാറിലെ പൊന്നാനി താലൂക്കിൽ നടത്തിയ ഒരു ഹിതപരിശോധനാ ഫലം ഇത് വളരെയധികം ഈ പ്രക്ഷോഭത്തിന് ഊർജം പകരുന്ന ഒന്നായിരുന്നു. 77% ആൾക്കാർ, നമ്മൾ അതിലോട്ട് വീണ്ടും പോകും, ഈ വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ റഫറൻഡത്തിൽ പങ്കെടുത്ത 77% ആൾക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം ആകാം എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. സോ ആ നിലയ്ക്ക് ഈവൻ ദോ 32 ക്ഷേത്രപ്രവേശനം സാധ്യമായില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹ എന്നുള്ളത് ഒരു സുവർണ്ണ ഏടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. കാരണം ഇതിന് ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമുണ്ട്, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്വഭാവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്യുലാർ സ്വഭാവത്തിൽ ഈവൻ ദോ കാസ്റ്റ് ഹിന്ദുവിൽ നടന്നൊരു പ്രക്ഷോഭ പരിപാടിയാണ് എങ്കിൽ പോലും ആ ഒരു സെക്യുലാർ മനോഭാവത്തോടു കൂടി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ ഈ ജാതിഭേദമന്യേ ഇതിനെ അനുകൂലിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം വൈക്കം സത്യാഗ്രഹയിൽ സവർണ ജാഥ നയിച്ച വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭൻ. അതേ മന്നത്ത് പത്മനാഭൻ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മന്നത്ത് പത്മനാഭനെ നമുക്കിവിടെ ഗുരുവായൂർ സത്യാഗ്രഹയിലും കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇപ്പോൾ ടി കെ മാധവൻ എന്നൊരു പേര് ഞാൻ സൂചിപ്പിച്ചല്ലോ. ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹയിൽ ഏറ്റവും ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ളൊരു ലീഡറാണെന്ത് ടി കെ മാധവൻ. അദ്ദേഹം കാക്കിനാട സെഷനിൽ പങ്കെടുത്ത് ആ സെഷനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് അഖിലേന്ത്യാ നേതാക്കളെയൊക്കെ പരിചയപ്പെട്ട ശേഷമാണ് ഇവിടെ ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭ പരിപാടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്യുന്നത്. സോ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവെന്ന് തന്നെ നിങ്ങൾ ഓർക്കേണ്ട വ്യക്തിത്വം ആരാണ്? ടി കെ മാധവനാണ്. എന്നാൽ ടി കെ മാധവൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? ഒരു റോളും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930 അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു പോകുന്നുണ്ട്. ഒരു പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതിലും സജീവമായിട്ട് പങ്കെടുത്തേനെ. 30 ടി കെ മാധവൻ എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ ടൈം ലൈൻ നിങ്ങൾ ഓർക്കുമെങ്കിൽ ഇത് 31 ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ആ ടൈം ലൈനിലൂടെ പോയി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കി. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. സോ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് മതി. ഈ കണ്ടൻറ്റ് ഒരേ സമയം നിങ്ങൾക്ക് എല്ലാ കേരള PSC എക്സാംസിനും ഉപകരിക്കും. കാരണം നമ്മളിവിടെ കേരള PSC ചോദിച്ചിട്ടുള്ള 10th 12th
10th 12th മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി സഫിഷ്യൻറ്റ് ഫോർ യു. സോ ഈ കണ്ടന്റും ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ ഏത് സ്റ്റേജിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊരു ചോദ്യം ഉണ്ടോ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ടൈം ലൈൻ പറയുമ്പോൾ ഓഗസ്റ്റ് 1931 എന്നുള്ള ആ ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കണം. ഓഗസ്റ്റ് 1931 എന്നുള്ള ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? KPCC, ഇത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നൊരു പ്രക്ഷോഭ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ്, ഇത് ദേശീയ പ്രസ്ഥാനമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമുണ്ട്. കാരണം ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് കേരളം അന്നൊരു ഐക്യ കേരളം അല്ലെങ്കിൽ പോലും ഭാഷാടിസ്ഥാനത്തിൽ ഒരു ഒരു പ്രാദേശിക കമ്മിറ്റി രൂപീകരിച്ചപ്പം മലബാറും കൊച്ചിയും അതുപോലെ തന്നെ തിരുവിതാംകൂറും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് മലയാള ഭാഷ സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാദേശിക കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. അതാണ് KPCC. ഓക്കെ, ആ KPCCയുടെ ആഭിമുഖ്യത്തിലാണ് ഈ സമരം നടന്നതെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. സോ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയാം. കാരണം എന്താണ്, the decision was taken by this political party in one of its political conference. Which conference? Badagara conference. Okay, so ഓഗസ്റ്റ് 1931 അന്ന് തന്നെ അവർ തീരുമാനിച്ചിരുന്നു എന്താണ്, ഇന്ന ഡേറ്റിനുള്ളിൽ ക്ഷേത്രം തുറന്നില്ല എങ്കിൽ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നവംബർ 1 സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കാരണം അവരുടെ റിക്വസ്റ്റ് എല്ലാം ഇവർ ടേൺ ഡൗൺ ചെയ്തു. നവംബർ 1 ആരംഭിക്കുന്ന സമരത്തിലേക്ക് ഗുരുവായൂരിൽ ആരംഭിക്കാൻ പോകുന്ന സത്യാഗ്രഹ സമരത്തിലേക്ക് ഒക്ടോബർ 31 തന്നെ, ശ്രദ്ധിച്ചേക്കണം, ഒക്ടോബർ 31 തന്നെ സമരാനുകൂലികളും സമരത്തിൽ പങ്കെടുക്കുന്ന സത്യാഗ്രഹികളും കണ്ണൂരിൽ നിന്നും മാർച്ച് ചെയ്ത് ജാഥയായിട്ട് എവിടെ എത്തിയിരുന്നു? ഗുരുവായൂരിലെത്തിയിരുന്നു. ഈ ജാഥ നയിച്ചത് AKG ആണ്. ഈ ജാഥ നയിച്ചത് ആരാണ്? AKG ആണ്. മാത്രമല്ല AKG ആയിട്ട് ബന്ധപ്പെട്ടൊരു എപ്പിസോഡുണ്ട്. AKGക്ക് പോലീസ് മർദ്ദനം ഏൽക്കുന്നുണ്ട്, അദ്ദേഹം ബോധരഹിതനാവുന്നുണ്ട്. AKG ആണ് ഈ വോളണ്ടിയർ കോപ്സ്, ഇതിലേക്ക് വരുന്ന വോളണ്ടിയറായിട്ട് സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ, ഈ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രക്ഷോഭകാരികൾക്ക്, സത്യാഗ്രഹികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയും പ്രക്ഷോഭത്തിൻ്റെ ഒരു വിഗർ കൂട്ടുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് ആര്? AKG. അതേ AKG ആണ് കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് ഒക്ടോബർ 31 ആയപ്പോഴത്തേക്കും സത്യാഗ്രഹികളുമായിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം നവംബർ 1 എന്താരംഭിക്കുകയാണ്? നവംബർ 1 ഈ പറയുന്നത് പോലെ സത്യാഗ്രഹ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഈ സത്യാഗ്രഹയ്ക്ക് ഒരു നേതാവുണ്ട്. ഈ സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AKG അല്ല, അത് നമ്മളിനി പഠിക്കാൻ പോകുന്ന തിരുമുമ്പല്ല. ഈ സത്യാഗ്രഹത്തിൻ്റെ ലീഡർ, ഓക്കെ, ദ ലീഡർ ചോസൺ വാസ് K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പനാണെന്ത് ഈ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഔദ്യോഗികമായിട്ട് എന്താരംഭിക്കുന്നത്? ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. K. കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡ്സ് ഇനിയും വരാനുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നിരാഹാര സത്യാഗ്രഹത്തെ പറ്റി സൂചിപ്പിച്ചായിരുന്നു. സോ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ അദ്ദേഹം ആ ഒരു മെഷറിലേക്ക് വരെ പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ നവംബർ 7 തൊട്ട് ജനുവരി വരെയുള്ള അടുത്ത 2 മാസക്കാലം, ഓക്കെ, അല്ലെങ്കിൽ അടുത്ത 2 മാസ സമയം സംഭവബഹുലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഗുരുവായൂരിലെ ഏറ്റവും സേക്രഡ് ആയിട്ടുള്ള ഒരു മണിയുണ്ട്. ഓക്കെ, ഗുരുവായൂർ അമ്പലത്തിലെ ഒരു മണിയുണ്ട്. ഇത് പരമ്പരാഗതമായിട്ട് ഈ മണി മുഴക്കുന്നത് അവിടുത്തെ ബ്രാഹ്മിൺസ് ആണ്. ഓക്കെ, പരമ്പരാഗതമായിട്ട് ഈ മണി മുഴക്കുന്നത് ആരാണ്? അവിടുത്തെ ബ്രാഹ്മിൺസ് ആണ്. ഈ മണി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ സേക്രഡ് ആയിട്ടുള്ള ഈ ബെല്ല് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന പ്രക്ഷോഭകാരി, ഓക്കെ, ഈസ് എ റീജിയണൽ ലീഡർ, പ്രാദേശിക നേതാവാണ്. P. കൃഷ്ണപിള്ള ഒരു ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ മാമൂലികളെല്ലാം തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഈ ബ്രാഹ്മിൺസ് മാത്രം നാളിതുവരെ മുഴക്കിയിരുന്ന ആ ബെല്ല് പോയി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണി അദ്ദേഹം മുഴക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തെ പോലീസല്ല, ക്ഷേത്ര ഭാരവാഹികൾ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് എപ്പിസോഡാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആരെയാണ് മർദ്ദിച്ച് അവശനാക്കിയത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി മുഴക്കി എന്നുള്ള പേരുകൊണ്ട് മർദ്ദനത്തിനിരയായ നേതാവ് ആരാണ്? മർദ്ദനത്തിനിരയായ നേതാവ് P. കൃഷ്ണപിള്ളയാണ്. ആരാണ്? P. കൃഷ്ണപിള്ളയാണ്. ഓക്കെ,
വ്യക്തമായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നവംബർ 7-ന് ടി സുബ്രഹ്മണ്യം തിരുമുമ്പ് കുറച്ച് വ്യക്തിത്വങ്ങളേ ഉള്ളൂ. ആ വ്യക്തിത്വങ്ങളെ പഠിച്ചിരിക്കണം. 1 കെ കേളപ്പൻ, 2 ടി സുബ്രഹ്മണ്യം തിരുമുമ്പ്, 3 എ കെ ഗോപാലൻ. പിന്നെ നമ്മൾ പറഞ്ഞ മണിമുഴക്കിയ വ്യക്തിത്വം ആരാണ്? അതാണ് ഈ പറയുന്ന പി കൃഷ്ണപിള്ളൈ. ഓക്കെ, പിന്നെ മന്നത്ത് പത്മനാഭനുണ്ട്. ബാക്കിയുള്ളവരിലേക്ക് ഞാൻ വരാം. കുറച്ച് വ്യക്തിത്വങ്ങളേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് അറിയണം. അത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്താൽ മതി, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കാണും. അതനുസരിച്ചിട്ട് നിങ്ങളൊരു ഇൻഫോംഡ് ചോയ്സ് എടുത്താൽ മതി. അപ്പം നവംബർ 7-ന് ടി സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്ത് സംഭവിക്കുന്നു? ടി സുബ്രഹ്മണ്യം തിരുമുമ്പ് അദ്ദേഹം ക്യാമ്പയിൻ, ഈ മൊത്ത പ്രക്ഷോഭ പരിപാടി, ആ ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഡിസംബർ 26-ന്, ഒരു മാസത്തിനിപ്പുറം ഡിസംബർ 26-ന് നമ്മൾ പറഞ്ഞ സന്നദ്ധ സംഘങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള, വോളണ്ടിയർ കോപ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള എ കെ ഗോപാലനെ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? അസോൾട്ട് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം അക്രമത്തിന് ഇരയാവുന്നുണ്ട്. അദ്ദേഹം ബോധരഹിതനാവുന്നുണ്ട്. സോ ഇറ്റ്സ് എ മേജർ ഇൻസിഡൻറ്റ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മറ്റേ വ്യക്തി കയറി മണിമുഴക്കിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാമൂലികൾ തെറ്റിയെന്നുള്ള പേരിൽ ഡിസംബറിൽ അമ്പലം അടച്ചിടുകയാണ്. ഇനി അമ്പലം വീണ്ടും തുറക്കുന്ന ജാനുവരി 20-നാണ്. കാരണം അവിടുത്തെ ശുദ്ധികലശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത്, അതായത് അമ്പലം അശുദ്ധമായി എന്നുള്ള കാരണം കൊണ്ട് ടെമ്പിൾ അതോറിറ്റീസ് എന്ത് ചെയ്തു? പൂജകളെല്ലാം സസ്പെൻഡ് ചെയ്ത് ക്ഷേത്രം എന്ത് ചെയ്യാണ്? ക്ഷേത്രം അടയ്ക്കുകയാണ്, ക്ഷേത്രം ക്ലോസ് ചെയ്യുകയാണ്. ഒരു മാസത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നുണ്ട്. ക്ഷേത്രം വീണ്ടും ഓപ്പൺ ചെയ്യുന്ന എപ്പോഴാണ്? ജാനുവരി 20, 1932-നാണ് എന്ത് ചെയ്യുന്നത്? ക്ഷേത്രം വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. ഓക്കെ, ഇനി സെപ്റ്റംബർ 21, 1932 ആകുമ്പം ഏകദേശം 10 മാസം പിന്നിടുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച് നവംബർ 1, 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹം സെപ്റ്റംബർ 21 ആകുമ്പോഴേക്കും എത്ര മാസം ആവുന്നു? 10 മാസം 10 മാസം, 10 months പൂർത്തീകരിക്കുകയാണ്. 10 മാസമായിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ക്ഷേത്ര പ്രവേശനം എന്നുള്ള ആ വെരി ഒബ്ജക്റ്റീവ് നേടുന്നതിൽ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹയുടെ നേതാവായിട്ടുള്ള ലീഡറായിട്ടുള്ള കെ കേളപ്പൻ മരണം വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഡേറ്റ് ഓർക്കുക, സെപ്റ്റംബർ 21, 1932. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തുകൊണ്ട് ഡെസ്പറേറ്റ് ആയി? സത്യാഗ്രഹം ആരംഭിക്കുന്നത് നവംബർ 1, 1931. നൗ ദാറ്റ് 10 months ഹാവ് ഫിനിഷ്. 10 മാസമായിട്ടും സത്യാഗ്രഹത്തിന് എന്തില്ല? പുരോഗതിയില്ല ഇൻ ടേംസ് ഓഫ് അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് അദ്ദേഹം ഈ സത്യാഗ്രഹിക്ക് ഒരു വിഗർ നൽകുന്നതിന് വേണ്ടി, അതിലേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി, അധികാരികളുടെ കണ്ണു ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മരണം വരെ നിരാഹാരം ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗാന്ധിജിയുടെ ബ്ലെസ്സിങ്ങോടുകൂടി തുടങ്ങിയ ഒരു സമരമാണെന്ത്? ഏറ്റവും വലിയ ഗാന്ധിയനാണ് ആര്? കേളപ്പൻ. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ഡിസിപ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഗാന്ധിജിയെ ഹൃദയത്തിൽ പേറുന്ന കെ കേളപ്പൻ ആരംഭിച്ച ഈ സമരം, ഗാന്ധിജിയുടെ ബ്ലെസ്സിങ്സോടുകൂടി, ആശീർവാദത്തോടുകൂടി ആരംഭിച്ച ഈ സമരം 10 മാസത്തിനിപ്പുറം റിസൾട്ട് ഇല്ലാതെ തുടരുമ്പം കെ കേളപ്പൻ ഒരു കടന്ന കൈ സ്വീകരിക്കുകയാണ്. അതാണെന്ത്? അദ്ദേഹം മരണം വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു തീരുമാനത്തിലെത്തിക്കുന്നതിന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുന്നത് കണ്ടിട്ട്, ഗാന്ധി ജയന്തി ദിനമാണെന്ന് ഓർക്കണം, ഒക്ടോബർ 2, 1932 ഗാന്ധിജി നേരിട്ട് ഇദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം അല്ലെങ്കിൽ നിരാഹാര സമരം എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഗാന്ധിജി ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകാതെ ഇതിന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകാത്ത പക്ഷം, അതായത് ക്ഷേത്രം ടെമ്പിൾ, ഇഫ് ദ ടെമ്പിൾ ഈസ് നോട്ട് ത്രോൺ ഓപ്പൺ ടു ഓൾ കാസ്റ്റ് ഹിന്ദുസ്, ഐ വിൽ ഓൾസോ ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് വിത്ത് യു. താങ്കളുടെ ഒപ്പം ഞാനും മരണം വരെ നിരാഹാര സമരത്തിന് താങ്കളുടെ ഒപ്പം ഇരിക്കുക. അതുകൊണ്ട് തൽക്കാലം ഈ നാരങ്ങ വെള്ളം കുടിച്ച് എന്ത് ചെയ്യുക? നിരാഹാരം അവസാനിപ്പിക്കൂ എന്നാണ് ഗാന്ധിജി കെ കേളപ്പനോട് അഭ്യർത്ഥിച്ചത്. ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കെ കേളപ്പൻ എന്ത് ചെയ്യുന്നുണ്ട്? നിരാഹാരം അവസാനിപ്പിക്കുന്നുണ്ട്. കെ കേളപ്പന് കൊടുത്ത പ്രോമിസ് എന്താണ്? കെ കേളപ്പന് കൊടുത്ത പ്രോമിസ് അടുത്ത തവണ നിരാഹാരം ഇരിക്കുമ്പോൾ ഗാന്ധിജിയും കൂടെ വന്നിരിക്കാം. പക്ഷേ ഗാന്ധിജി അത് മറന്നുപോയി. ഗാന്ധിജി അത് തിരക്ക് കാരണം വിട്ടുപോയി. ആ പ്രോമിസ് ഗാന്ധിജിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കെ കേളപ്പൻ്റെ നിരാഹാരം അവസാനിക്കുന്നതോടുകൂടി ഒക്ടോബർ 2 ഏകദേശം ഗുരുവായൂർ സത്യാഗ്രഹ അതിൻ്റെ അതിൻ്റെ ഒരു തീവ്രത അവസാനിക്കുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ റിസൾട്ട് ഇല്ലാതെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് റിസൾട്ട് ഇല്ല. നിങ്ങൾ കരുതരുത് ഗുരുവായൂർ സത്യാഗ്രഹം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചപ്പം എല്ലാ ഹിന്ദുക്കളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ ആരംഭിച്ചു എന്നുള്ള ഇല്ല. ഗുരുവായൂർ സത്യാഗ്രഹം പ്രത്യേകിച്ച് ഡയറക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാതെ അവസാനിച്ചൊരു സമരമാണ്. ഓക്കെ, പക്ഷേ ലേറ്റ് 1932
ഇതിൽ നിന്നൊരു പോസിറ്റീവ് എന്താണ് പോസിറ്റീവ്സ് എന്താണ്, ഓക്കെ, ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1932 ഒരു ഹിതപരിശോധന റഫറൻഡം അവിടുത്തെ പൊന്നാനി താലൂക്ക്, ഗുരുവായൂരൊക്കെ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊന്നാനി താലൂക്കിലെ ഹിന്ദുസിനിടയ്ക്ക് ഒരു വോട്ടെടുപ്പ്, ഒരു ഹിതപരിശോധന നടത്തി. 77% വരുന്ന മനുഷ്യർ എന്തിന് ഈ ഹിതപരിശോധനയിൽ ഈ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആകാം എന്നുള്ളൊരു തീരുമാനത്തെ അനുകൂലിച്ചു. അതിൽ മനസ്സിലാക്കേണ്ടത് ഇതിലധികവും സ്ത്രീകളായിരുന്നു. അതായത് അതർവൈസ് കൺസർവേറ്റീവ് ആയിട്ടുള്ള എന്താ പറയണ്ടേ, ഹയർ കാസ്റ്റിൽ വരുന്ന സ്ത്രീകൾ പോലും ക്ഷേത്രപ്രവേശനത്തിനെ അനുകൂലിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഔട്ട്കമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, കൺസർവേറ്റീവായിട്ടുള്ള കാസ്റ്റ് ഹിന്ദുവിലെ ഉയർന്ന ജാതിയിൽ പെടുന്ന സ്ത്രീകൾ വരെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് ഈ റഫറണ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലേക്ക് വരുമ്പം നവംബർ 12, 1936 തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ എന്താ പറയണ്ടേ, ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യർക്കും ക്ഷേത്രപ്രവേശനമാകാം എന്നുള്ളൊരു വിളംബരം ശ്രീ ചിത്ര തിരുനാൾ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷേ ഇത് ഏതിന് ബാധകമല്ല, മലബാർ പ്രദേശത്ത് വരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് അത് ബാധകമല്ല. ഗുരുവായൂരൊക്കെ 1947 എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ആവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മദ്രാസ് ടെമ്പിൾ എൻട്രി ആൻഡ് ഇൻഡംനിറ്റി ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഗുരുവായൂർ ടെമ്പിൾ വൈഡ് ഓപ്പൺ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോട്ടിച്ച് നോക്കാം. പ്രൈമറി ലീഡേഴ്സ് കെ കേളപ്പൻ. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. സത്യാഗ്രഹം നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം സെപ്റ്റംബർ 1932 അദ്ദേഹം മരണം വരെ നിരാഹാര സമരത്തിന് പോകാൻ തീരുമാനമെടുക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, ക്യാപ്റ്റൻ ഓഫ് ദ ടെമ്പിൾ എൻട്രി ക്യാമ്പയിൻ, ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ എ കെ ഗോപാലൻ കണ്ണൂരിൽ നിന്നും സത്യാഗ്രഹികളെയും സമരാനുകൂലികളെയും ഏകോപിപ്പിച്ച് ഗുരുവായൂരിൽ എത്തിച്ച വ്യക്തിത്വമാണ്, ജാഥ നയിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് സന്നദ്ധ പ്രവർത്തകരുടെ നായകനായിട്ട് വോളണ്ടിയർ കോപ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നതും എ കെ ഗോപാലനാണ്. ഇനി പ്രാദേശിക നേതാക്കന്മാരിൽ ഞാൻ പറഞ്ഞു പി കൃഷ്ണപിള്ള, വെരി 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 ഇമ്പോർട്ടൻറ്റ്. പി കൃഷ്ണപിള്ള എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇദ്ദേഹമാണ് ആ ക്ഷേത്രം പൂട്ടിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണക്കാരൻ. കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു, നാളിതുവരെ ബ്രാഹ്മിൺസിന് മാത്രം മുഴക്കാൻ സാധിക്കുമായിരുന്ന ആ സേക്രഡ് ആയിട്ടുള്ള മണി ബെൽ ഇദ്ദേഹം മുഴക്കി. ഇതിന് അദ്ദേഹത്തിനെ അവിടെയുള്ള ക്ഷേത്ര ജീവനക്കാർ പൊതുവെ തല്ലുകയുണ്ടായി. ഓക്കെ, സോ അതിനുശേഷം ഒരു 1-1.5 മാസത്തോളം ക്ഷേത്രം അടഞ്ഞു കിടന്ന ശേഷമാണ് പിന്നെ ക്ഷേത്രം റീഓപ്പൺ ചെയ്തത്. മന്നത്ത് പത്മനാഭനും NB ദാമോദരനും. ഓക്കെ, ഇവർക്ക് ഈ മന്നത്ത് പത്മനാഭൻ ഹാസ് നോ റോൾ എന്നങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണ്. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹയിൽ സവർണജാഥ നയിച്ച കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇവിടെയും ഗുരുവായൂർ സത്യാഗ്രഹയിലും മന്നത്ത് പത്മനാഭൻ എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിത്വമാണ്. ഇനി കെ മാധവൻ നായർ ആൻഡ് യു ഗോപാലമേനോൻ. സോ ഇവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിതപരിശോധന റഫറണ്ടം പൊന്നാനി താലൂക്കിൽ നടന്നു എന്ന് ശ്രീധരമേനോൻ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ആ റഫറണ്ടത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാര്യാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ്, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഹിതപരിശോധന നടന്നത്. അതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് സി രാജഗോപാലാചാര്യുണ്ട്. പ്രൊഫഷണൽ കീഴിൽ അതാണ് ആൻസറായിട്ട് വന്നത്. ഫോർ സം റീസൺസ് ഉദ്യോഗാർത്ഥികൾ അത് ചലഞ്ച് ചെയ്തു. കാരണം മറ്റേതോ കിതാബുകളിൽ ഈ മറ്റ് ചില വ്യക്തിത്വങ്ങളുടെ പേര് ആ ഹിതപരിശോധനയായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അത്രേ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്ത് റിവോക്ക് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കെ മാധവൻ നായരും യു ഗോപാലമേനോനും സി രാജഗോപാല ആചാര്യനെ അസിസ്റ്റ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, അദ്ദേഹത്തിന് പിന്തുണ നൽകി. ഗ്രൗണ്ട് ലെവലിൽ ഈ ഹിതപരിശോധന നടത്തുന്നതിന് വേണ്ടി, ഈ വോട്ടെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് പിന്തുണയേകിയ വ്യക്തിത്വങ്ങളാണ് പൊന്നാനി താലൂക്കിലാരൊക്കെ, കെ മാധവൻ നായരും യു ഗോപാലമേനോനും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സി രാജഗോപാലാചാര്യയുടെ കാർമ്മികത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട 1932 ആ ഹിതപരിശോധന നടക്കുന്നത്. ലേറ്റ് 1932 പൊന്നാനി താലൂക്കിൽ ഹിതപരിശോധന നടക്കുന്നത്. ഇനി ദേശീയ വ്യക്തിത്വങ്ങൾ, ഉറപ്പായിട്ടും മഹാത്മാഗാന്ധി തുടക്കത്തിൽ തന്നെ ഈ സമരത്തെ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തെ മുൻനിർത്തിയുള്ള ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ ആശീർവദിച്ച നേതാവാണ് ഗാന്ധിജി. കെ കേളപ്പൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഫർദർ ആക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് നൽകി. പക്ഷേ നിരാഹാരം ഒരിക്കലും അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന് അത് വിട്ടുപോയി എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. സി രാജഗോപാലാചാര്യയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഗുരുവായൂർ നേരിട്ട് വരികയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യാഗ്രഹികളെ അദ്ദേഹത്തിനാൽ ആവുന്ന വിധം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, അദ്ദേഹം പിന്തുണ നൽകി. മാത്രമല്ല
റഫറണ്ടത്തിൻ്റെ ഇൻചാർജും അദ്ദേഹമായിരുന്നു. ഹിതപരിശോധനയുടെ ഇൻചാർജായിട്ട് വന്നതും അദ്ദേഹമാണ്. പിന്നെ കസ്തൂർബാ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അതായത് ഗാന്ധിജിയുടെ പത്നിയായിട്ടുള്ള കസ്തൂർബാ ഗാന്ധി ആക്റ്റീവ്ലി വളരെ സജീവമായിട്ട് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും റഫറണ്ടത്തിൽ പങ്കെടുക്കുകയും അപ്പം ഈ ഹിതപരിശോധനയിൽ പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ കാസ്റ്റ് ഹിന്ദുസിൻ്റെ അഭിപ്രായം, അവിടുത്തെ മേൽജാതിക്കാരുടെ അഭിപ്രായം ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമാക്കുന്നതിൽ ഇൻസ്ട്രുമെൻ്റലായ ഒരു വ്യക്തിത്വം കൂടിയാണ് ആര്? കസ്തൂർബാ ഗാന്ധി. മറ്റൊരു ദേശീയ നേതാവാണ് KF നരിമാൻ. ഇത്രയും വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകാം. ഇതിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യനിലൂടെ ഞാനിപ്പോൾ പറഞ്ഞ കണ്ടന്റ്, നോട്ട്, പിന്നെ ഈ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ യു ടു ലോക്ക് ദിസ് 1 mark if a question is asked from Guruvayur Satyagraha. Okay. So ചോദ്യം: The agitation in Kerala that made abolition of untouchability a part of freedom struggle movement with the goal of creating an egalitarian society. ഒരു സമത്വ സ്വഭാവമുള്ള സമൂഹം പടുക്കുന്നതിന് വേണ്ടി ഐത്തോച്ചാടനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, ദേശീയ മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ച് നടപ്പിലാക്കിയ കേരളത്തിലെ ഒരു സമര പരിപാടി ഏതാണ്? കാരണം തിരുവിതാംകൂറും കൊച്ചിയും എന്താണ്? നാട്ടുരാജ്യങ്ങളാണ്. മലബാറിലാണ് ഈ പറയുന്നത് പോലെ ശരിയായ അർത്ഥത്തിലുള്ള കോൺഗ്രസിൻ്റെ വേരോട്ടവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വടകര റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഐത്തോച്ചാടനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ഷേത്രപ്രവേശനം എന്ന ആ സമരം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം എന്നുള്ള ആശയം മുൻനിർത്തി, ഉദ്ദേശം മുൻനിർത്തി, ഒബ്ജക്റ്റീവ് മുൻനിർത്തി ഗുരുവായൂരിൽ നടത്തിയ പ്രക്ഷോഭമാണെന്ത്? ഈ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഫ്രീഡം സ്ട്രഗിളിലേക്ക്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അരങ്ങേറിയ സമര പരിപാടി എന്നുള്ളത്. സോ ആൻസർ ഏതാണ്? ആൻസർ ഡി, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഡി ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ ലെഡ് ഗുരുവായൂർ സത്യാഗ്രഹ ഓഫ് 1931? ഡയറക്റ്റ് ആൻസർ ആണ്. ആരാ? നേതാവ് കെ കേളപ്പനാണ്. നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. അടുത്ത നോക്കൂ: ഹൂ വാസ് ദ വോളണ്ടിയർ കോപ്സ് ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ? സന്നദ്ധ സംഘങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് AK ഗോപാലനാണ്. അതാരാണ്? AK ഗോപാലനാണ്. അദ്ദേഹത്തിന് മർദ്ദനമേറ്റെന്നും ബോധരഹിതനായെന്നുള്ളതും നമ്മുടെ വിവിധ ചരിത്ര രേഖകളിൽ ശ്രീധരമേനോൻ ഉൾപ്പെടെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, AK ഗോപാലൻ എന്താണ്? വോളണ്ടിയർ കോപ്സിൻ്റെ ക്യാപ്റ്റനാണ്. ക്യാമ്പയിൻ ക്യാപ്റ്റനാണ് ആര്? എന്താ പറയണ്ടേ, ക്യാമ്പയിൻ ക്യാപ്റ്റനായിട്ട് വരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ T. സുബ്രഹ്മണ്യം തിരുമുമ്പെന്നുള്ളത് ക്യാമ്പയിൻ ക്യാപ്റ്റനാണ് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു പോരുത്. ക്യാമ്പയിൻ ക്യാപ്റ്റൻ തിരുമുമ്പും സുബ്രഹ്മണ്യം തിരുമുമ്പും, വോളണ്ടിയേഴ്സ് കോപ്സ് ക്യാപ്റ്റൻ AK ഗോപാലനുമാണ്. വോളണ്ടിയേഴ്സ് കോപ്സ് ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനുമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഗുരുവായൂർ സത്യാഗ്രഹ. 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. പ്രസ്താവനകൾ വായിച്ചു നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് എ മേജർ സ്ട്രഗിൾ ഓർഗനൈസ്ഡ് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ശരിയാണ്. എന്താണ്? തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന അനാചാരം ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറിയ അല്ലെങ്കിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭ പരിപാടിയാണിത് ഗുരുവായൂർ സത്യാഗ്രഹ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലീഡർ ഓഫ് ദ സത്യാഗ്രഹ വാസ് കെ കേളപ്പൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ എല്ലാത്തിനും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. സ്റ്റിൽ വി കനോട്ട് എലിമിനേറ്റ് എനി പർട്ടിക്കുലർ ഓപ്ഷൻ. എ സവർണ ജാഥ വാസ് ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. ഞാൻ വീണ്ടും തെളിച്ച് എടുത്ത് പറയുന്നു, മന്നത്ത് പത്മനാഭൻ വാസ് എ പാർട്ട് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ തീർച്ചയായിട്ടും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമാക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സവർണ ജാഥ അദ്ദേഹം നടത്തിയത്, സവർണ ജാഥ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് നടത്തിയത് വൈക്കം സത്യാഗ്രഹയുടെ ഭാഗമായിട്ടാണ്. എന്തിൻ്റെ ഭാഗമായിട്ടല്ല? ഗുരുവായൂർ സത്യാഗ്രഹയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ BU എലിമിനേറ്റ് ചെയ്യാം, DU എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിൽ രണ്ടിലും എന്ത് വന്നിട്ടുണ്ട്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധമില്ല, അത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. നോക്കൂ, എ ലിമിറ്റഡ് റെഫറണ്ടം, മിതമായിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും ഓപ്പൺ അല്ല, ഹിന്ദുസിന് മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരു റെഫറണ്ടം ഹിതപരിശോധന വാസ് ഹെൽഡ് അറ്റ് പൊന്നാനി താലൂക്ക്. പൊന്നാനി താലൂക്കിൽ അത്തരത്തിലൊരു ഹിതപരിശോധന നടന്നിരുന്നു. ടു സീക്ക് ദ വ്യൂസ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ ഇഷ്യൂ ഓഫ് ടെമ്പിൾ എൻട്രി. ക്ഷേത്ര പ്രവേശനത്തെ സംബന്ധിച്ച് ആളുകളുടെ കാഴ്ചപ്പാട് എന്താണ്, ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ സത്യാഗ്രഹയുടെ പശ്ചാത്തലത്തിൽ ഒരു ലിമിറ്റഡ് റെഫറണ്ടം നടപ്പിലാക്കിയായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് ആര്? C. രാജഗോപാലാചാരി. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ A എലിമിനേറ്റ് ചെയ്യാം. A എലിമിനേറ്റ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ എന്തായി? നമ്മുടെ ആൻസർ C ആയി. എന്താണ് ആൻസർ? ഏതാണ്? C ആണ് ആൻസർ. 1, 2 and 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ, ഇതിപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയിട്ട് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് പോസ് ചെയ്യാം.
പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കുക. തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊന്ന് നിങ്ങൾ റീടേക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മോഡൽ ക്വസ്റ്റ്യനോ ഒന്നുമല്ല. ഇത് ആക്ച്വലി കേരള PSC മുൻ വർഷങ്ങളിൽ ഡിഗ്രി ലെവലിൽ പ്രിലിംസിലും മെയിൻസിലും 12th 10th ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ PSCയുടെ ഒരു പൾസ് അറിയാൻ വേണ്ടി, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പഠിച്ച ഏരിയാസ്, നമ്മൾ പ്രധാനമായിട്ട് എന്താണ് പഠിച്ചത്? പ്രധാനമായിട്ട് അതിൻ്റെ നാൾ വഴികൾ, പ്രധാന വ്യക്തിത്വങ്ങൾ, സംഭവങ്ങൾ, ഇത്രേ പഠിച്ചിട്ടുള്ളൂ. ഈ 3 സബ് ടോപ്പിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സത്യാഗ്രഹ കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത്, ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ള ഇൻഫർമേഷൻ അല്ല, വായിച്ചു നോക്കൂ. ഒരു സത്യാഗ്രഹ കമ്മിറ്റി, ഒരു സത്യാഗ്രഹ സമിതി എന്താണ് നിലവിൽ വന്നു. വാസ് ഫോംഡ് വിത്ത് മന്നത്ത് പത്മനാഭൻ ആസ് പ്രസിഡന്റ് ആൻഡ് കെ കേളപ്പൻ ആസ് സെക്രട്ടറി. കെ കേളപ്പൻ സെക്രട്ടറി ആയിട്ടും മന്നത്ത് പത്മനാഭൻ പ്രസിഡൻ്റായിട്ടും ഒരു സത്യാഗ്രഹ കമ്മിറ്റി, സത്യാഗ്രഹം നടപ്പിലാവുന്നതിന് മുന്നേ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സത്യാഗ്രഹ കമ്മിറ്റി നിലവിൽ വന്നിരുന്നു. ഇത് ശരിയാണ്, ആഡഡ് ഇൻഫർമേഷനാണ്. ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ അപ്പം മന്നത്ത് പത്മനാഭൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റിൽ വടകര റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു അൾട്ടിമേറ്റം കൊടുത്ത് 1-ാം തീയതി സത്യാഗ്രഹം അല്ലെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നുള്ളതിനെ മുൻനിർത്തി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മന്നത്ത് പത്മനാഭനും അതിൻ്റെ നേതാവ്, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കെ കേളപ്പനുമാണ്. ഇതേ കെ കേളപ്പനാണ് പിന്നീട് ലീഡറായിട്ട് വരുന്നത്. കാരണം എന്തായിരിക്കും ഇവിടെ? കാരണം നമ്മൾ വൈക്കം സത്യാഗ്രഹയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തുമ്പം നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ മലബാറിലാണ്. മലബാറിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. സോ അതുകൊണ്ടാണ് ബാറ്റൺ അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹത്തെ നേതാവാക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി അടുത്ത് നോക്കൂ. വിത്ത് ഗാന്ധിജീസ് പെർമിഷൻ കെ കേളപ്പൻ സ്റ്റാർട്ടഡ് എ ഫാസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ടെമ്പിൾ ഓൺ സെപ്റ്റംബർ 22, 1932. ശരിയാണ്. ഗാന്ധിജിയുടെ അനുമതിയോടുകൂടി അദ്ദേഹം ഒരു മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിക്കുന്നുണ്ട്. ആര്? പ്രക്ഷോഭ നേതാവായിട്ടുള്ള, ലീഡറായിട്ടുള്ള, സത്യാഗ്രഹത്തിൻ്റെ നേതാവായിട്ടുള്ള കെ കേളപ്പൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ DU എലിമിനേറ്റ് ചെയ്യാം. ഇന്ത്യൻ DU എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത, ആസ് പെർ ഗാന്ധിജീസ് ഇൻസ്ട്രക്ഷൻ, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം ഒക്ടോബർ 2, 1932 അവസാനിപ്പിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ബോംബെ ആണ് ആൻസർ വരുന്നത്. 1, 2, 3 ആണ് ശരി. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി എന്താണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി. എ വാക്കിംഗ് പ്രൊട്ടസ്റ്റ് മാർച്ച് ജാഥ ലെഡ് ബൈ കെ കേളപ്പൻ സ്റ്റാർട്ടഡ് ഫ്രം പയ്യന്നൂർ ടു ഗുരുവായൂർ. ആ ഒക്ടോബർ 31, 1931 പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിൽ എത്തിച്ചേർന്ന ആ ജാഥയെ പറ്റിയാണ് ചോദ്യം. ആ ജാഥ നയിച്ചത് കെ കേളപ്പനല്ല, അത് AKG ആണ്. സോ അതാണ് അതിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിൻ്റെ ആൻസർ ഏത് വരും? 1, 2 and 3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പോസ് ചെയ്തോളൂ, നിങ്ങൾ സ്വയം സോൾവ് ചെയ്യാൻ നോക്കിക്കോളൂ, എന്നിട്ട് ആൻസർ ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഗുരുവായൂർ സത്യാഗ്രഹ ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ്? ഗുരുവായൂർ സത്യാഗ്രഹം സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുക? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് നവംബർ 12, 1931 ആണോ? അല്ല, അത് നവംബർ 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എങ്കിൽ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം. സോറി, നമുക്ക് ബോംബെ എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡൽഹി എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പി കൃഷ്ണപിള്ള ആൻഡ് AK ഗോപാലൻ വേർ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സത്യാഗ്രഹ. അല്ലേ, AK ഗോപാലൻ വോളണ്ടിയർ കോപ്സിൻ്റെ നേതാവായിരുന്നു. പി കൃഷ്ണപിള്ള ബ്രാഹ്മിൺസിന് മാത്രം അർഹതയുണ്ടായിരുന്ന അമ്പലത്തിൽ ആ മണി മുഴക്കി അവിടെ ഈ പറയുന്ന പോലെ പ്രതിഷേധം നേരിട്ട് അറിയിച്ച് മർദ്ദനത്തിനിരയായ പ്രാദേശിക നേതാവാണ് ആര്? പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരും ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് നേരിട്ട് ബന്ധമുള്ള നേതാക്കന്മാരാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ എയും സിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് അതിലൊന്നുമില്ല. അടുത്ത നോക്കൂ. ഗോൾ ഓഫ് സത്യാഗ്രഹ വാസ് ടു പ്രൊവൈഡ് എൻട്രി ടു ഓൾ ഹിന്ദുസ് ഇൻ ഗുരുവായൂർ ടെമ്പിൾ ആണ്. വടകര റെസൊല്യൂഷനിൽ പറയുന്നത് അതാണ്. ടെമ്പിൾ എൻട്രിയാണ് ഉദ്ദേശം. പക്ഷേ അത് സാധ്യമായില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പം ഗോൾ അത് തന്നെയായിരുന്നു. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അവിടെ എലിമിനേറ്റ് ചെയ്യാനൊന്നുമില്ല, കാരണം എയിലും സിയിലും തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കോമൺ ആയിട്ടുണ്ട്. ഇനി സത്യാഗ്രഹ എൻഡഡ് ഓൺ ഒക്ടോബർ 2, 1932. അതെ, എഫക്റ്റീവ്ലി സത്യാഗ്രഹ ഒക്ടോബർ 2, 1932 അവസാനിക്കുകയാണ്. കാരണം ഈ സത്യാഗ്രഹത്തിലെ ഏറ്റവും ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് കെ കേളപ്പൻ്റെ നിരാഹാര സമരാഹ്വാനവും നിരാഹാരം വരുന്ന സംഭവമാണ്. ഗാന്ധിജി ഇടപെട്ട് ഈ നിരാഹാരം അവസാനിപ്പിച്ചതോടുകൂടി ഗുരുവായൂർ സത്യാഗ്രഹ
അതിൻ്റെ വിഗർ നഷ്ടപ്പെടുകയും അത് അവസാനിക്കുകയും ചെയ്തു എന്ന് തന്നെ അനുമാനിക്കാം. സോ 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് തന്നെ ആൻസർ ഏത് വരും? ആൻസർ സി ആണ്. ആൻസർ ഏതാണ്? സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് അബൌട്ട് ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 3 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ഓൺ October 1, 1931. ആണോടെ? തെറ്റാണ്. ഒക്ടോബർ 1-നാണോ? അല്ല, നവംബർ 1-നാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ക്യാപ്റ്റൻ ഓഫ് വോളണ്ടിയർ കോപ്സ് വാസ് AK ഗോപാലൻ. ശരിയാണ്. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ടെമ്പിൾ എൻട്രി ക്യാമ്പയിൻ. അത് ശരിയാണ്. ഓക്കെ, ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇദ്ദേഹം മർദ്ദനത്തിനിരയായി. ഓക്കെ, 2-3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2-3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ള ഓപ്ഷൻ ഏതാ? 2-3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ള ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് 2 and 3 ആർ കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഹൂ ലെഡ് ദ റെഫറൻഡം ഒപ്പീനിയൻ പോൾ കണ്ടക്റ്റഡ് ഇൻ പൊന്നാനി താലൂക്ക് ആസ് പാർട്ട് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ? ഇതിന് എനിക്കൊരു ഉത്തരവുണ്ടെങ്കിൽ അത് സി രാജഗോപാലാചാര്യാണ്. ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ചിലർ തർക്കിക്കുന്നത്, അയ്യോ അത് സി രാജഗോപാലാചാര്യ അത് ലീഡ് ചെയ്തില്ലല്ലോ, അദ്ദേഹം അത് സൂപ്പർവൈസ് ചെയ്തതല്ലേ ഉള്ളൂ, മേൽനോട്ടം വഹിച്ചതല്ലേ ഉള്ളൂ, മാധവ് മേനോനും മറ്റൊരു വ്യക്തിത്വം ഈ ടി പ്രകാശവും ഒക്കെ അല്ലേ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചെന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്. സോ ഇതൊരു ക്യാൻസൽഡ് ചോദ്യമാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണെന്നറിയാമോ? ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, ഇലക്ട്രിസിറ്റി സ്ട്രഗിൾ ഇങ്ങനെ തരും. അതിനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് 31, 32. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ ഗുരുവായൂർ സത്യാഗ്രഹം. ഇതുപോലെ നിവർത്തന അജിറ്റേഷൻ, പാലിയം സത്യാഗ്രഹ, മെമ്മോറിയൽസ്, ഇതെല്ലാം ഞാൻ ക്ലാസ്സായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി.